അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഷീൻ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത് ഹോം ആൻഡ് ലിവിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് അടിപൊളിയായിട്ടുള്ള ബാഗ് ആൻഡ് ചപ്പൽസിന്റെ കളക്ഷൻസ് ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ഭംഗിയുണ്ട്, ബാഗാണെങ്കിലും ചപ്പലാണെങ്കിലും ഒക്കെ. അപ്പോൾ കുറെ പറഞ്ഞു നീട്ടുന്നില്ല, ഞാൻ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം തന്നെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഈ ഒരു ചപ്പൽ നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ഭയങ്കര ഇഷ്ടമായി. ഞാനിതിങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, ഇത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ. പക്ഷെ കിട്ടിയപ്പോൾ അടിപൊളിയാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോൺ ആൻഡ് ബീഡ്സ് വർക്കാണ് ഇതിൽ വന്നിട്ടുണ്ടത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഹീലാണെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഹീലാണ്, ഭയങ്കര ഓവർ ഹീലൊന്നും വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടിട്ടും അടിപൊളി ക്വാളിറ്റി കേട്ടോ. സൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും അവൈലബിൾ ആണ്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കോളി. പിന്നെ ഇത് ഇട്ട് നടക്കുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. ചപ്പല് ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ കുറച്ചൊരു വെയിറ്റ് ഉള്ള ടൈപ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു യുണീക്ക് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മാക്സി ഡ്രസ്സസിലേക്കാണെങ്കിലും ഈവൻ ജീൻസിലേക്ക് പോലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കൂടുതലൊന്നും പറയാണ്ട് ഇത് കാണിച്ചു തന്നത്. അപ്പോൾ സൈസൊക്കെ നമ്മുടെ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി. ഞാൻ യൂഷ്വലി 37 ആണ്, ഇത് 37 തന്നെയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് സൈസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഒന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം. അതിൽ അടുത്ത ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്, ഈ ഒരു ബാഗ്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ലൊരു റിച്ച് ലുക്ക് തരുന്നൊരു ബാഗാണ്. കണ്ടോ, ഇതുപോലെ വരുന്നത്. ഇതിൻ്റെ സ്ലിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, ഞാൻ ഇട്ടിട്ടില്ല, പുറത്ത് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ച് വെച്ചാണ്. അപ്പോൾ നല്ലൊരു നീറ്റ് ആൻഡ് എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഒരുപാട് വലിപ്പമില്ലാതെ ഈ ഒരു വലിപ്പമാണ് കേട്ടോ ഉണ്ടത്. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു വലിപ്പം. ഒരുപാട് വലിയ ബാഗല്ല, നല്ല അടിപൊളി ടെക്സ്ചറും ഫിനിഷിങ്ങും ഒക്കെയാണ് വന്നിട്ടുണ്ടത്. അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സിബുണ്ട്, ഒറ്റയറ. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു ചെറിയൊരു സിബ് ഉണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഡ്രസ്സ് ആക്സസറൈസ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയി കിടക്കുന്ന ടൈപ്പ് ഒരു ബാഗാണ്. അന്നത് ക്യൂട്ട് ബാഗാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഇതിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഭംഗിയിലേക്ക് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ്. എൻ്റെ കയ്യിൽ ഷീൻ തന്നെ ഉണ്ട് ഇതുപോലത്തെ ഒരു ബാഗിന് മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ ഡ്രസ്സസിലേക്കൊക്കെ ഇട്ടിട്ട് എല്ലാവരും ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണെന്നൊക്കെ. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് കേടായിപ്പോയി. അതായത് ഇങ്ങനെ ഒരു തോല് പൊളിയുന്ന പോലെ വരില്ലേ കുറേ കാലം. അത് എനിക്ക് തോന്നുന്നു നല്ല ചൂടുള്ള ടൈമിൽ ഞാൻ കാറിലെന്തോ വെച്ചിട്ട് പോയി, അങ്ങനെ 2-3 പ്രാവശ്യം വെച്ചു. അപ്പോൾ അങ്ങനെ ഡാമേജ് ആയതായിരുന്നത്. അപ്പോൾ വീണ്ടും എനിക്ക് അതേപോലത്തെ ഒരെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ബീഡ്സൊക്കെ. അതേപോലത്തെ ഒരെണ്ണമല്ല കേട്ടോ, അത് ഇതുപോലത്തെ അല്ല, അതൊരു ലെതർ ടൈപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ലെതർ ടൈപ്പ് അല്ല, ഇതൊരു വുഡാണ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും നമ്മൾ വുഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇവിടെ വേറൊരു നൂല് പോലത്തെ ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഡ്സാണ്. ഇതുകൊണ്ടാണ് നമുക്കിത് ഇത്ര ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നാൻ കാരണം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഒരു ക്യൂട്ട് ബാഗാണ് ഇത്. ഇനി ഇത് രണ്ടും ഇപ്പോൾ കാണിച്ച രണ്ടും ചെറിയ ബാഗ്സ് ആയിരുന്നു. ഇനി കുറച്ചൊരു വലിപ്പമുണ്ട് ബാഗ്. അതായത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്നൊരു ടൈപ്പ് ബാഗാണ് ഇത്. പിന്നെ കൂടുതലും പറയേണ്ട, നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ടൈപ്പ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഈ സ്ട്രാപ്പ് കളർ മാറ്റേണ്ടത് അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ്. ഇതിൽ അത്യാവശ്യം സംഭവങ്ങൾ നമുക്ക് കൊള്ളും. ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഈ സിബ് തുറന്നാൽ വേറെ അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈവൻ ചെറുപ്പം നമുക്ക് ഒരു ഡ്രസ്സൊക്കെ വേണമെങ്കിൽ, ജസ്റ്റ് ചെറിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ബാഗാണ്. കുട്ടികളൊക്കെ ഉണ്ടവരാണെങ്കിൽ കുട്ടികൾക്കുണ്ട് ഒരു ഡ്രസ്സ്, ഒരു ഡയപ്പർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി അടുത്തത് ഒരു ഷൂ ടൈപ്പ് ഒരു ഹീലാണ്. ഷൂ ആണെന്ന് പറയാം. നമ്മളെപ്പോഴും കാണുന്നൊരു മോഡൽ തന്നെയാണിത്. എല്ലാവർക്കും അറിയുന്നൊരു മോഡൽ തന്നെയാണ്. ഒരു എന്താ പറയുക, ഓൾവേസ് ഇന്നായിട്ടുള്ള ഒരു മോഡലാണ്. അങ്ങനെ ട്രെൻഡ് പോകുകയൊന്നും ചെയ്യാത്തൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഷൂ അല്ല, ഞാൻ ഹീൽസ് ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതും ഞാൻ 37 ആണ്. ഇത് കുക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രാൻഡിൻ്റെയാണ്. ഈ കുക്കു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരുപാട് ചപ്പൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ കാലം മുൻപേ ഉള്ള
ഹീൽസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ബ്രാൻഡ് കേട്ടോ ഈ കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. ഷീനിൽ അവൈലബിൾ ആണ്, നല്ല ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് അവരുടെ എല്ലാം. അടുത്ത ഒരു ഹീൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ വിചാരിച്ച അത്ര ക്വാളിറ്റി ഇല്ല. ഇതിങ്ങനെ ഈ സംഭവങ്ങളില്ലേ ഇതിന്മേൽ തൂങ്ങുന്നത്, അതിങ്ങനെ ഒരു നൂല് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടത്. നൂല് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടിട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കണ്ടോ, ഫ്രണ്ടിൽ കണ്ടോ ഒരെണ്ണം ഇങ്ങനെ താഴേക്ക് വന്ന് തൂങ്ങിയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു ക്വാളിറ്റി ഇതിനെനിക്ക് തോന്നിയില്ല. സോ ഇത് ഞാൻ വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ തന്നെ സിൽവർ കളറുണ്ട്, ഗോൾഡും ഉണ്ട്, ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ നിങ്ങൾ അത്ര വാങ്ങണമെന്ന് പറയില്ല, എനിക്ക് അത്രക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് എനിക്ക് അത്രക്ക് അങ്ങ് ഇഷ്ടമായിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രക്ക് തന്നെ വന്നിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാം അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായത് പർച്ചേസ് ചെയ്യാം. കൂടെ തന്നെ ഡിസ്കൗണ്ട് കോഡും കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്താൽ 15% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് സീ യു.